പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൃശ്ശൂർ നഗരം തീർച്ചയായിട്ടും അക്രമികളുടെ വലിയൊരു കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ്. തൃശ്ശൂർ നഗര മധ്യത്തിൽ തമിഴ് സംഘങ്ങൾ മദ്യപിച്ച് മറ്റുള്ള ആളുകളെയും കാണികളെയും എല്ലാം ഞെട്ടിച്ചുകൊണ്ട് അവരെല്ലാം ആക്രമിക്കുന്ന രീതിയിലുള്ള വിളയാട്ടം നടത്തുന്ന വിഷ്വലാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപക്ഷെ കണ്ടാൽ ഞെട്ടിപ്പോയേക്കാം. അത്രയും ഭീകരമായ മർദ്ദനത്തിൻ്റെ വിഷ്വലാണ് പുറത്തേക്ക് വിടുന്നത്. രാത്രി 9 മണി കഴിഞ്ഞാൽ തൃശ്ശൂർ നഗരം ഒരിക്കലും സുരക്ഷിതമല്ല. ഒരാൾക്കും നടന്നു പോകാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ആക്രമിക സംഘങ്ങൾ ഇവിടെ വിലസുകയാണെന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. തൃശ്ശൂർ നഗരത്തിൻ്റെ ഒരു ഭാഗത്ത് മുഴുവൻ തമിഴ് സംഘങ്ങൾ, കഞ്ചാവ് സംഘങ്ങൾ പിടിമുറുക്കിയിരിക്കുകയാണ്. പോലീസിൻ്റെ കൺവെട്ടത്തുകൂടി ഇവർ ആക്രമണം നടത്തുന്നു എന്നുള്ളതും ഏറ്റവും ദയനീയമായ, ഏറ്റവും വലിയൊരു ദുരന്തമായി പറയേണ്ടി വരും. കാരണം നഗരമധ്യത്തിലെ ഈ കൂത്താട്ടം പോലീസിൻ്റെ കൺമുന്നിലാണ് എന്നുള്ളതാണ്. പോലീസ് ജീപ്പ് കടന്നു പോകുമ്പോഴും അവർക്ക് ഈ അക്രമികളുടെ വിളയാട്ടം കാണാൻ സാധിക്കുന്നില്ല. പല ആളുകളും പോലീസിനെ വിളിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നു. എങ്കിലും ഇത് കണ്ടിട്ട് യാതൊരു വിധത്തിലുള്ള ഭാവപകർച്ചയുമില്ലാതെ പോലീസ് ജീപ്പുകൾ കടന്നു പോകുന്ന വിഷ്വൽ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളുടെ പിന്നാലെ തന്നെ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിയമവും നിയമപാലകരുമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് യഥാർത്ഥ സമയത്ത് തന്നെ അതിനുള്ള നടപടിയെടുക്കാൻ ആളുകൾക്ക് കഴിയണം. ഇത്രയും വലിയൊരു മൈതാനത്ത്, ഇത്രയും വലിയൊരു ക്ഷേത്ര മൈതാനത്ത് ഇതുപോലെ അഴിഞ്ഞാട്ടം നടത്തുന്ന ഗുണ്ടകളെ ഒതുക്കാൻ പോലും ഇവിടെ പോലീസിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നാട്ടിൽ പോലീസ് എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല ഫാമിലി ഉൾപ്പെടുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ വന്നു പോകുന്ന ഒരു സമയമാണ്. പൂരം എക്സിബിഷൻ നടക്കുന്ന സമയമാണ്. ഇത്തരത്തിൽ കുടുംബങ്ങളും കുട്ടികളും നടന്നു പോകുന്ന സ്ഥലത്ത് ഇതുപോലെ കള്ളുകുടിയന്മാർ പരസ്പരം തമ്മിലടിക്കുന്ന കാഴ്ച അത്യന്തം ദയനീയം തന്നെ എന്ന് പറയുകയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. ഇവിടെ ജനകീയമായി ഇടപെടാനോ ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാനോ ആരും തന്നെ ഇല്ല എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. ഇത്തരം അക്രമികളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ കൂടി ബന്ധപ്പെട്ടവർ ശ്രമിക്കുക. താങ്ക്